ഹോട്ടൽ ടാസ്ക് 8 നിലയിൽ പൊട്ടിച്ച് കൈ കൊടുത്തു. ആര്? ഷിയാസ് കരീമും ശോഭ വിശ്വനാഥും കൂടെ ചേർന്ന്. രണ്ടുപേർക്കും ടാസ്ക് എന്താണെന്ന് പോലും ഒരു എത്തും പിടിയില്ലാത്ത രീതിയിലാണ്. അതിഥികളായിട്ടൊന്നും അല്ല വന്നത്, കണ്ടസ്റ്റൻസിനെ പോലെ വന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ വന്ന രീതിയിലാണ് ഇവർ ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടുപേരും പുറത്ത് നടക്കുന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ വന്ന് അകത്ത് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ നടക്കുന്നതിനനുസരിച്ചുള്ള റിയാക്ഷൻസ് കൊടുക്കുക, അതിനെപ്പറ്റി ചോദിക്കുക, ഇതിനെപ്പറ്റി ചോദിക്കുക. ഈ പരിപാടിയാണ് ചെയ്യുന്നത്. അവരാകെ ഏൽപ്പിച്ച് കൊടുത്തേക്കുന്നത് അവിടുത്തെ ഹോട്ടലിലെ ഗസ്റ്റ് ആയിട്ട്. നമുക്കറിയാമല്ലോ, എല്ലാ ബിഗ് ബോസ് സീസണിലും ഈ ഹോട്ടൽ ടാസ്ക് ഉള്ളതാണ്. പൂർവ്വ കണ്ടസ്റ്റൻസ് വരുന്നതാണ്. അവർ വന്ന് നല്ല അടിപൊളിയായിട്ട് ഉഗ്രനായിട്ട് കളിച്ചിട്ട് പോകുന്ന ഒരു ടാസ്ക് ആണ് ഈ ഹോട്ടൽ ടാസ്ക് എന്ന് പറയുന്നത്. പക്ഷെ ബിഗ് ബോസ് തന്നെ ഒരു 3-4 തവണ അനൗൺസ് ചെയ്ത് ഇങ്ങനെയല്ല ഇത് ചെയ്യേണ്ടത്, ഇതിങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെയല്ല എന്നും പറഞ്ഞ് കണ്ടസ്റ്റൻസിനോട് പറയുന്നുണ്ട്, ശോഭയോട് പറയുന്നുണ്ട്, നമ്മുടെ ഷിയാസ് കരീമിനോടും പറയുന്നു. പക്ഷെ അവസാനം ബിഗ് ബോസിന് അവരെ വിളിച്ച് ലിവിംഗ് റൂമിൽ ഇരുത്തിയിട്ട് നിങ്ങൾ ആ ടാസ്ക് നല്ലോണം ഒന്ന് വായിച്ചു നോക്കൂ എന്ന് പറഞ്ഞ് പറയേണ്ട ഗതികേട് വരെ ബിഗ് ബോസിന് വന്നു. ആ രീതിയിൽ വൃത്തികേടാക്കി വെച്ചിട്ടുണ്ട് ഷിയാസും നമ്മുടെ ശോഭയും ചേർന്ന്. എന്തായാലും പേടിക്കേണ്ട, ടാസ്ക് കൊളാവത്തൊന്നുമില്ല. നാളെ നമ്മുടെ ചെക്കൻ എത്തുന്നുണ്ട്. റിയാസ് സലീം നാളെ എത്തുകയാണ്. റിയാസ് സലീം എന്തായാലും പുള്ളിക്കാരനെ പറ്റി പറയേണ്ട ആവശ്യമില്ല. എങ്ങനെ നന്നായിട്ട് ഗെയിം കളിക്കണമെന്നും എങ്ങനെയാണ് എന്താണ് സംഭവം, ഏതിന് എവിടെ എങ്ങനെ കൊടുക്കണമെന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് അറിയാവുന്ന ആളാണ് റിയാസ് സലീം. ഇതെല്ലാം കളിച്ച് കണ്ടു വന്ന ആളാണ്. അതും ഗസ്റ്റായിട്ടും ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. സോ പുള്ളിക്കാരന് നന്നായിട്ട് അറിയാം. പുള്ളിക്കാരൻ ഓൾറെഡി കയറിയെന്നാണ് ഇപ്പൊ കിട്ടുന്ന വിവരം. സോ നാളെ മുതലത്തെ എപ്പിസോഡിൽ നമുക്കുണ്ടാവും. സോ നാളത്തെ മുതൽ എന്തായാലും ടാസ്ക് കിടുകിടുവായിരിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം റിയാസ് എന്തൊക്കെ ഗുലുമാലായിരിക്കും അവിടെ ഉണ്ടാക്കാൻ പോണത്. അതും ഒരു സ്പെഷ്യൽ പവറുമായിട്ടൊക്കെയാണ് റിയാസ് വരുന്നതാണ് കേൾക്കുന്നത്. സോ നമുക്ക് കാത്തിരുന്ന് കാണാം റിയാസ് എങ്ങനെ അവിടെ ഗെയിം കളിക്കും എന്നുള്ളതും ബാക്കിയുള്ളവരെ പൊളിച്ചെടുക്കാൻ പോകുന്നുള്ളത്.